Hi everyone, welcome to Learn with Basil Nilamra. This class is mainly intended for CMA students at CMA Thrissur chapter. So the class will be in the vernacular language, that is Malayalam. So we will study CMA final day, Accounting Standard 11, Effect of Changes in Foreign Exchange Rates. This is CA, CA Intermediate, CMA final, and topic same. അപ്പോൾ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് എഫക്ട് ഓഫ് ചേഞ്ചസ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് ആണ്. ഒരു ഫോറിൻ കറൻസിയിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ ആദ്യമായിട്ട് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക? ഒരു ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻ ഇനീഷ്യലി റെക്കോർഡ് ചെയ്യേണ്ടത് ഏത് ഡേറ്റിലാണോ ട്രാൻസാക്ഷൻ നടന്നത് ആ റേറ്റിലാണ് നടക്കേണ്ടത്. അപ്പോൾ ഇനീഷ്യൽ റെക്കഗ്നിഷൻ എന്ന് പറയുന്നത് റെക്കോർഡ് അറ്റ് ദ ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ, അതല്ലെങ്കിൽ ആവറേജ് റേറ്റ്. ഒട്ടുമിക്ക എക്സാമിനേഷനിൽ നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷന്റെ റേറ്റ് തന്നിട്ടുണ്ടാവും, ആ റേറ്റിലാണ് ഇനീഷ്യലി റെക്കോർഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതിന്റെ സബ്സിക്വന്റ് റെക്കഗ്നിഷൻ ആണ്, അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇൻകം ആൻഡ് എക്സ്പെൻസ് ഇല്ല, അതേപോലെ ഇക്വിറ്റി ഇല്ല. അസറ്റ് ആൻഡ് ലയബിലിറ്റി ബാലൻസ് ഷീറ്റ് ഡേറ്റിൽ റീസ്റ്റേറ്റ് ചെയ്യണം. അതെങ്ങനെയാണ് റീസ്റ്റേറ്റ് ചെയ്യേണ്ടത്? മോണിറ്ററി ഐറ്റം ആണെങ്കിൽ ക്ലോസിംഗ് റേറ്റിലാണ് കാണിക്കേണ്ടത്. നോൺ മോണിറ്ററി ഐറ്റം ആണെങ്കിൽ എന്ത് നോക്കണം നിങ്ങൾ ആദ്യം? ഇത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിലാണോ കാണിക്കുന്നത്, അതല്ല ഫെയർ വാല്യൂലാണോ? ഹിസ്റ്റോറിക്കൽ കോസ്റ്റിലാണ് കാണിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ റീവാല്യൂ ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിലാണെങ്കിൽ എന്നാണോ ഈ ട്രാൻസാക്ഷൻ നടന്നത്, അതായത് എന്നാണോ ഈ നോൺ മോണിറ്ററി ഐറ്റം പർച്ചേസ് ചെയ്തത് അന്നത്തെ റേറ്റില്. ക്യാരിയഡ് അറ്റ് ഫെയർ വാല്യൂ ആണെങ്കിൽ എന്നാണോ ഇത് ഫെയർ വാല്യൂ എടുത്തത്, നോർമലി അത് ക്ലോസിംഗ് ഡേറ്റിലായിരിക്കും, ബാലൻസ് ഷീറ്റ് ഡേറ്റിലായിരിക്കും. അപ്പോൾ ക്ലോസിംഗ് റേറ്റ്. അപ്പൊ നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ അറിയാണ്ട്. നമ്മളിപ്പോ എന്താ പഠിച്ചത്? ഒരു ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻ ഫസ്റ്റ് ടൈം റെക്കോർഡ് ചെയ്യുന്നത് അന്നത്തെ റേറ്റിലാണ്. ഇതിൽ ആർക്കും ഡൗട്ട് ഉണ്ടാവില്ല, പ്രത്യേകിച്ച് എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. പക്ഷെ പിന്നീട് പറയുന്നത് ഈ പറയുന്ന റെക്കോർഡ് ചെയ്ത ഐറ്റം, ഫോറിൻ കറൻസിയിൽ റെക്കോർഡ് ചെയ്ത ഐറ്റം അസറ്റ് ആണെങ്കിൽ ലയബിലിറ്റി ആണെങ്കിൽ അതൊന്ന് റീസ്റ്റേറ്റ് ചെയ്യണം. അപ്പൊ അത് റീസ്റ്റേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് ആദ്യം മോണിറ്ററി ആണോ നോൺ മോണിറ്ററി ആണോ എന്ന് അറിയണം. മോണിറ്ററി ഐറ്റം ആണെങ്കിൽ ക്ലോസിംഗ് റേറ്റിലാണ് കാണിക്കേണ്ടത്. ഇപ്പൊ എത്ര റേറ്റിലാണ് കാണിച്ചിരിക്കുന്നതല്ല, ക്ലോസിംഗ് റേറ്റിലാണ് കാണിക്കേണ്ടത്. നോൺ മോണിറ്ററി ഐറ്റം ആണെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിലാണ് കാണിക്കുന്നതെങ്കിൽ റേറ്റ് ഓൺ ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ. ഫെയർ വാല്യൂലാണെങ്കിൽ എന്നാണോ ഫെയർ വാല്യൂ എടുത്ത അന്നത്തെ റേറ്റ്. ഫെയർ വാല്യൂ നോർമലി ഇയർ എൻഡിലാണ് നോക്കുക, മാർക്കറ്റ് വാല്യൂ. അപ്പോൾ ക്ലോസിംഗ് റേറ്റ്. അപ്പൊ നമുക്ക് ഇവിടെ എന്തറിയണം? എന്താണ് മോണിറ്ററി ഐറ്റം എന്ന് ആദ്യം അറിയണം. പിന്നെ എന്തറിയണം? എന്താണ് നോൺ മോണിറ്ററി ഐറ്റം എന്ന് അറിയണം. എങ്ങനെ പിന്നെ മോണിറ്ററി ഐറ്റം ക്ലോസിംഗ് റേറ്റിലാണ് കാണിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾക്ക് പ്രസക്തിയുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ ഇനിയിപ്പോൾ നോക്കുന്നത് എന്താണ് മോണിറ്ററി ഐറ്റം. മോണിറ്ററി ഐറ്റം എന്ന് പറഞ്ഞാൽ ദേ ആർ മണി ഹെൽഡ് and asset and liabilities to be received or paid in amounts of money. Money held, monetary item എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ മണിയാണ്, ക്യാഷ്. അതല്ലെങ്കിൽ അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ടു ബി റിസീവ്ഡ് ഓർ പെയ്ഡ്. അസറ്റ് ടു ബി റിസീവ്ഡ് ആണ്, അല്ലെങ്കിൽ ലയബിലിറ്റി ടു ബി പെയ്ഡ് ഇൻ എമൗണ്ട്സ് ഓഫ് മണി ആണ്. അപ്പൊ എന്താ പറയുന്നത്? ഒന്നെങ്കിൽ ക്യാഷ് ആണ്, ഇപ്പൊ മണി ഹെൽഡ് ഇൻ ക്യാഷ്. അതല്ലെങ്കിൽ അസറ്റ് which are receivable in terms of money and liabilities which are payable in terms of money. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ എടുക്കുന്നു മോണിറ്ററി ഐറ്റം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഈ എക്സാമ്പിൾ നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ മോണിറ്ററി ഐറ്റവുമായി ബന്ധപ്പെട്ട എല്ലാ ഐറ്റംസും തീർന്നു. അപ്പൊ ഞാൻ എക്സാമ്പിൾ എടുക്കുന്നു. ഒരു എക്സാമ്പിൾ, നമുക്കൊരു ട്രാൻസാക്ഷൻ എടുക്കാം. ഒരു ഇന്ത്യൻ കമ്പനി ഒരു അമേരിക്കൻ കമ്പനിക്ക് കുറച്ച് ഗുഡ്സ് വിറ്റു. $100,000 ഗുഡ്സ് ആണ് വിറ്റത്. നമ്മൾ ഇന്ത്യൻ കമ്പനിയുടെ ആംഗിളിലാണ് ചിന്തിക്കുന്നത്, കാരണം ഇന്ത്യൻ കമ്പനിക്കാണ് ഫോറിൻ കറൻസി ഉള്ളത്. അപ്പൊ ഈ ട്രാൻസാക്ഷൻ സെയിൽസ് ആണ്. ഫസ്റ്റ് എങ്ങനെ റെക്കോർഡ് ചെയ്യും? ഇനീഷ്യലി റെക്കോർഡ് ചെയ്യേണ്ടത് അന്നത്തെ റേറ്റിലാണ്. അപ്പോൾ ഈ ട്രാൻസാക്ഷൻ നടന്നത്
1st ജാനുവരിയിലാണ്. 1st ജാനുവരിയിൽ ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് $1 ഈക്വൽ ടു 75 rupees ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഏത് റേറ്റിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്? ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ, അതാണ് ഫസ്റ്റ് നമ്മൾ പഠിച്ചത്. ഇനീഷ്യലി റെക്കോർഡ് ചെയ്യേണ്ടത് റെക്കോർഡ് അറ്റ് ദ ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ ആണ്. അപ്പൊ എന്തായിരിക്കും ജേർണൽ എൻട്രി? ഡെബിറ്റ് കടത്തിനാണെന്ന് വിചാരിക്കൂ. ഡെബിറ്റ് US കമ്പനി. റിസീവബിൾ. ക്രെഡിറ്റ് സെയിൽസ്. So 1 lakh into 75 lakh rupeesലാണ് ഇന്ത്യൻ കമ്പനിയുടെ ബുക്സിൽ കാണിക്കുക. ഓക്കെ, മാറ്റർ. ഇനി നോക്കേണ്ടത് ഇതിൽ എവിടെയെങ്കിലും അസറ്റോ ലയബിലിറ്റിയോ വരുന്നുണ്ടോ? അസറ്റോ ലയബിലിറ്റിയോ വരുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റ് ഡേറ്റിൽ റീസ്റ്റേറ്റ് ചെയ്യണം. ഇപ്പൊ ഇതിൽ എന്തെങ്കിലും അസറ്റോ ലയബിലിറ്റിയോ വരുന്നുണ്ടോ? ഉണ്ട്. സെയിൽ ഇൻകാണ്, അപ്പൊ അത് നോക്കണ്ട. ബട്ട് US കമ്പനി റിസീവബിൾ ആണ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു അസറ്റ് ആണ്. അപ്പൊ അസറ്റ് റീസ്റ്റേറ്റ് ചെയ്യണം. ഇനി അസറ്റ് ആണെങ്കിൽ റീസ്റ്റേറ്റ് അസറ്റ് ആൻഡ് ലയബിലിറ്റി ആണെങ്കിൽ അടുത്തത് നമുക്ക് അറിയേണ്ടത് ഇത് മോണിറ്ററി ഐറ്റം ആണോ നോൺ മോണിറ്ററി ഐറ്റം ആണോ? മോണിറ്ററി ഐറ്റത്തിന്റെ ഡെഫിനിഷൻ നോക്കൂ, ക്യാഷ് ആണ്. ഇത് ക്യാഷ് അല്ല. രണ്ടാമത്തെ ഡെഫിനിഷൻ അസറ്റ് റിസീവബിൾ ഇൻ മണി. അപ്പൊ ഇവിടെ ഒരു അസറ്റ് ഉണ്ട് റിസീവബിൾ. അതെങ്ങനെ കിട്ടുക? മണിയിലാണ് കിട്ടുക, ഡോളേഴ്സിലാണ്, മണിയിലാണ് കിട്ടുന്നത്. അപ്പോ റിസീവബിൾ ഒരു മോണിറ്ററി ഐറ്റം ആണ്. അസറ്റ് റിസീവബിൾ ഇൻ ടേംസ് ഓഫ് മണിയാണ്. മോണിറ്ററി ഐറ്റം ആയതുകൊണ്ട് തന്നെ ഇത് റീസ്റ്റേറ്റ് ചെയ്യുന്നു. എങ്ങനെയാണ് റീസ്റ്റേറ്റ് ചെയ്യേണ്ടത്? ഇപ്പൊ എത്രയാണ് റിസീവബിൾ ഉള്ളത്? ഡോളേഴ്സിൽ പറയുകയാണെങ്കിൽ റിസീവബിൾ $100,000 ആണ്. ഇയർ എൻഡ് ആകുമ്പോൾ ഇത് ഏതിൽ റീസ്റ്റേറ്റ് ചെയ്യണം? ക്ലോസിംഗ് റേറ്റിൽ റീസ്റ്റേറ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ എന്ത് നോക്കണം? എത്രയാണ് ഇയർ എൻഡിലെ റേറ്റ് ക്ലോസിംഗില്? ഇപ്പൊ 31st മാർച്ച് ആണ് ഇയർ എൻഡ്. 31st മാർച്ചില് $1 ₹80 ആയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 31st മാർച്ചില് ഈ റിസീവബിൾ കാണിക്കേണ്ടത് $80 അപ്പൊ 1 lakh into 80 റിസീവബിൾസിന്റെ ബാലൻസ് കാണിക്കേണ്ടത് 80 lakhsലാണ്. ബട്ട് ഇപ്പൊ എത്രയിലാണ് കാണിച്ചിരിക്കുന്ന റിസീവബിൾ? 75 lakhsലാണ്. റിസീവബിൾ എത്ര കാണിക്കണം എന്നാണ് പറയുന്നത്? മോണിറ്ററി ഐറ്റം ആണെങ്കിൽ ക്ലോസിംഗ് റേറ്റിൽ റീസ്റ്റേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് റേറ്റിലാണ് കാണിക്കേണ്ടത്. ക്ലോസിംഗ് റേറ്റിൽ കാണിക്കുമ്പോൾ 80 lakhs വേണം. ഇപ്പൊ എത്രയിൽ കാണിച്ചിരിക്കുന്നു? 75 lakhsല് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? 75ല് ഒരു +5 lakh കൂടി കാണിച്ചാലേ 80 ആവുള്ളൂ. അപ്പൊ അത് ചെയ്യണമെങ്കിൽ +5 റിസീവബിൾ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഡെബിറ്റ് റിസീവബിൾ ആണ്. ഡെബിറ്റ് റിസീവബിൾ 5 lakhs. ക്രെഡിറ്റ് എങ്ങോട്ട് പോകും? ഫോറിൻ കറൻസി ഗെയിൻ എന്ന് പറഞ്ഞ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാണിക്കും 5 lakh. എന്തുകൊണ്ടാണ് ഇത് ഗെയിന്? 1st ജാനുവരിയിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്തപ്പോൾ എത്ര കിട്ടാനുള്ളതായിട്ട് കാണിച്ചത്? 75 lakh rupees ആണ്. 31st മാർച്ച് ആയപ്പോൾ ഇത് എത്രയായിട്ട് ഇൻക്രീസ് ചെയ്തു? 80 lakhs നിങ്ങൾക്ക് കിട്ടാനുണ്ട്. ഇപ്പൊ 75 lakhs ഉള്ളത് 80 lakhs കിട്ടാനായി 5 lakhs കൂടി കൂടുതൽ കിട്ടാനായി. അപ്പൊ 5 lakhs നിങ്ങളുടെ ഗെയിൻ ആണ്. ഗെയിൻ P&L പോകും. ഇത് എന്തുകൊണ്ട് വന്ന ഗെയിനാണ്? ഫോറിൻ കറൻസി കൊണ്ട് വന്ന ഗെയിൻ ആണ്. അപ്പൊ ഫോറക്സ് ഗെയിൻ എന്ന് പറഞ്ഞ് 5 lakh P&L കാണിക്കും. ഇത് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നെങ്കിലോ? 31st മാർച്ച് ആയപ്പോ $70 ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയിൽ കാണിക്കണം? 70 lakhsലാണ് റിസീവബിൾ കാണിക്കേണ്ടത്. ഇപ്പൊ എത്രയിലാണ് കാണിച്ചിരിക്കുന്നത്? 75 lakhsല്. റിസീവബിൾ എത്രയിലാണ് കാണിക്കേണ്ടത്? 70 lakhsല്. റിസീവബിൾ എന്ത് ചെയ്യണം? -5 lakhs കുറക്കണം. -5 lakhs കുറക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അസറ്റ് റിസീവബിൾ ക്രെഡിറ്റ് ചെയ്യണം. എത്ര ക്രെഡിറ്റ് ചെയ്യണം? 5 lakhs ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ എന്തായിരിക്കും ഡെബിറ്റ്? ഫോറക്സ് ലോസ്. എവിടെ കാണിക്കും? P&L. അപ്പൊ ഇതേപോലെ തന്നെയാണ് ലയബിലിറ്റീസ്. റിസീവബിളിന്റെ നേരെ ഓപ്പോസിറ്റ് സപ്ലയർ. ഓക്കെ, റിസീവ്ഡ് ഇൻ ടേംസ് ഓഫ് മണി. അപ്പൊ ഇതാണ് ഒരു എക്സാമ്പിളുടെ സഹായത്തോടുകൂടി എക്സ്പ്ലെയിൻ ചെയ്തു. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് കൂടി പറയുന്നു.
ആ മോണിറ്ററി ഐറ്റത്തിന്റെ ബി പാർട്ട് ഒന്ന് നോക്കി. അസറ്റ് വിച്ച് ആർ റിസീവബിൾ ഇൻ ടേംസ് ഓഫ് മണി ആണ്. അപ്പൊ ഞാൻ വേറൊരു അസറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, പ്രീപെയ്ഡ് എക്സ്പെൻസ് അസറ്റ് അല്ലേ? പ്രീപെയ്ഡ് എക്സ്പെൻസ് അസറ്റ് ആണ്. ഇത് മോണിറ്ററി ഐറ്റം ആണോ? ഡെഫിനിഷൻ നിങ്ങളൊന്ന് പറഞ്ഞേ. അസറ്റ് വിച്ച് ആർ റിസീവബിൾ ഇൻ ടേംസ് ഓഫ് മണി. പ്രീപെയ്ഡ് എക്സ്പെൻസ് നമുക്ക് മണിയിൽ കിട്ടുമോ? ഇല്ല, നമ്മൾ ഓൾറെഡി കൂടുതൽ കൊടുത്തതാണ്, അതാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. ഇത് റിസീവബിൾ ഒന്നും അല്ല, ക്യാഷ് ആയിട്ടൊന്നും കിട്ടില്ല, മണിയിൽ കിട്ടില്ല. പകരം നമുക്ക് ഇനി വരുന്ന ഒരു എക്സ്പെൻസ് ഇൻകർ ചെയ്യേണ്ടി വരില്ല. ബട്ട് എന്തല്ല, അസറ്റ്സ് റിസീവബിൾ ഇൻ ടേംസ് ഓഫ് മണി അല്ല. അപ്പോൾ മോണിറ്ററി ഐറ്റം ആണെങ്കിൽ മണിയിൽ കിട്ടണം, അല്ലെങ്കിൽ മണിയിലെ ലയബിലിറ്റി സെറ്റിൽ ചെയ്യണം. അപ്പൊ ഇത് എന്തല്ല, മോണിറ്ററി ഐറ്റം അല്ല. മോണിറ്ററി ഐറ്റത്തിന്റെ എക്സാമ്പിൾ റിസീവബിൾ ആണ്, കസ്റ്റമർ. ഇനി അതല്ല, നിങ്ങളൊരു ലോണ് ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഒരാൾക്ക് ഫോറിൻ കറൻസിയിൽ ലോൺ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ലോണ് കൊടുത്തതാ, ലോണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അസറ്റാ. ഇത് റിസീവബിൾ ഇൻ ടേംസ് ഓഫ് മണി ആണോ? അതെ, ലോണ് തിരിച്ച് തരും, ക്യാഷിലാണ് തിരിച്ചു തരിക. അപ്പൊ ലോണ് ഗിവൺ അസറ്റ് ആണ്, മോണിറ്ററി ആയിട്ടാണ്. ഈ ലോണുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് റിസീവബിൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഇൻട്രസ്റ്റ് റിസീവബിൾ ആണ്, ഇൻട്രസ്റ്റ് റിസീവബിൾ ഒരു അസറ്റാ, ഡൗട്ടില്ല. ഇൻട്രസ്റ്റ് റിസീവബിൾ മോണിറ്ററി ആയിട്ടാണോ? ഇൻട്രസ്റ്റ് ക്യാഷിലാണോ കിട്ടുക? അതെ, മണിയിലാണ് കിട്ടുക. അപ്പോൾ ഇൻട്രസ്റ്റ് മണി ടേംസിൽ കിട്ടുന്നത് കൊണ്ട് ഇൻട്രസ്റ്റ് മോണിറ്ററി ആയിട്ട്. അപ്പൊ എന്താ നോക്കേണ്ടത്? മോണിറ്ററി ഐറ്റം അസറ്റ് ആണെങ്കിലും ലയബിലിറ്റി ആണെങ്കിലും മണി ടേംസിൽ, അസറ്റ് ആണെങ്കിൽ മണി ടേംസിൽ കിട്ടണം, മണി ആയിട്ട് ക്യാഷ് ആയിട്ട് കിട്ടണം. ലയബിലിറ്റി ആണെങ്കിൽ മണി ആയിട്ട് ക്യാഷ് ആയിട്ട് പേ ചെയ്യണം. ഓക്കെ, അപ്പൊ ലയബിലിറ്റിയുടെ അടുത്ത എക്സാമ്പിൾ, ലയബിലിറ്റി ആർ പേയബിൾ ഇൻ ടേംസ് ഓഫ് മണി. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പേയബിൾ, ട്രേഡ് പേയബിൾ, കസ്റ്റമർക്ക് ക്യാഷ് സപ്ലയർക്ക് ക്യാഷ് കൊടുക്കാനുണ്ട്, അത് ക്യാഷ് ആയിട്ട് തന്നെ കൊടുക്കുക, അപ്പൊ അത് സപ്ലയർ, ട്രേഡ് പേയബിൾ. ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് ലയബിലിറ്റി ആണോ? യെസ്. മോണിറ്ററി ആയിട്ട് ആണോ? യെസ്. മണി ടേംസിലാണ് കൊടുക്കുന്നതെങ്കിൽ വേജസ് എന്താണെങ്കിലും മണി ആയിട്ടാണ് കൊടുക്കുക. ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ്, ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻട്രസ്റ്റ്, എല്ലാ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് മോണിറ്ററി ആയിട്ടാണ്. കാരണം മണി ആയിട്ടാണ്, ക്യാഷ് ആയിട്ടാണ് ഇതെല്ലാം സെറ്റിൽ ചെയ്യാം. ഓക്കെ, ക്ലിയർ? ഓക്കെ, ലോൺ എടുത്തിട്ടുണ്ട്, ഫോറിൻ കറൻസിയിൽ ലോൺ എടുത്തിട്ടുണ്ട്, ലോൺ എടുത്തു, ലയബിലിറ്റി. ഇൻട്രസ്റ്റ് പേ ചെയ്യണം, ലയബിലിറ്റി. ഔട്ട്സ്റ്റാൻഡിംഗ് ആണെങ്കിൽ ഇപ്പൊ ലോൺ പേയബിളും അതേപോലെ ഇൻട്രസ്റ്റ് പേയബിളും എല്ലാം എന്തായിരിക്കും? മോണിറ്ററി ഐറ്റം ആയിരിക്കും. അപ്പൊ എന്താ നോൺ മോണിറ്ററി ഐറ്റം? മോണിറ്ററി ഐറ്റം അല്ലാത്ത ഐറ്റത്തിനെ വിളിക്കുന്ന പേരാണ് നോൺ മോണിറ്ററി ഐറ്റം. എക്സാമ്പിൾ ഇൻവെന്ററി. അതർ എക്സാമ്പിൾ, ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ്. ഇപ്പൊ പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് നോർമലി നമുക്ക് രണ്ട് മെത്തേഡ് ഉണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 16 പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റിൽ അത് ഓൾറെഡി, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 10 പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റിൽ അത് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 10ന്റെ പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റിന്റെ ക്ലാസ് ഞാൻ ഓൾറെഡി എന്റെ ലേൺ വിത്ത് ബാസിൽ നീലാംബ്ര എന്ന് പറഞ്ഞ ഈ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 10 പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ വരുന്ന ഐബാർ ബട്ടൺ പ്രസ് ചെയ്താൽ മതി, അതിന്റെ ലിങ്കിലോട്ട് പോകുന്നതായിരിക്കും. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 10 പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റിൽ പഠിച്ചിട്ടുണ്ട് ഒരു അസറ്റ് അതിന്റെ ബാലൻസ് ഷീറ്റിൽ, അതായത് സബ്സിക്വന്റ് റെക്കഗ്നിഷൻ ഒന്നെങ്കിൽ കോസ്റ്റ് മോഡൽ ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ ഫെയർ വാല്യൂ മോഡൽ ഫോളോ ചെയ്യാം. ഇപ്പൊ നോൺ മോണിറ്ററി ഐറ്റത്തിന്റെ ഒരു എക്സാമ്പിൾ ആണ് പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ്. ഇതൊന്നെങ്കിൽ കോസ്റ്റ് മോഡലിൽ ഫോളോ ചെയ്യാം, അതല്ലെങ്കിൽ റീവാല്യുവേഷൻ അല്ലെങ്കിൽ ഫെയർ വാല്യൂ മോഡലിൽ ഫോളോ ചെയ്യാം. അപ്പോൾ ഈ പറയുന്ന നോൺ മോണിറ്ററി ഐറ്റം ഹിസ്റ്റോറിക്കൽ കോസ്റ്റിലാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷനിലാണ് കാണിക്കേണ്ടത്. എന്നാണോ ഈ പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്തത് അതേ റേറ്റ് തന്നെ ആയിരിക്കണം എന്ത് കാണിക്കേണ്ടത്? അസറ്റ് കാണിക്കേണ്ടത്. അതല്ല ഫെയർ വാല്യൂ, റീവാല്യുവേഷൻ മോഡലാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ റീവാല്യുവേഷൻ എന്നാണോ ചെയ്തത് ആ ഡേറ്റിലെ കറൻസിയുടെ റേറ്റ് ആണ് എടുക്കേണ്ടത്. റീവാല്യുവേഷൻ നോർമലി ഇയർ എൻഡിലാണ് ചെയ്യാറ്. അപ്പോൾ ഇയർ എൻഡിലെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ നോർമലി ക്ലോസിംഗ് റേറ്റ് ആണ്, അല്ലെങ്കിൽ റേറ്റ് ഓൺ ഡേറ്റ് ഓഫ് വാല്യുവേഷൻ. അപ്പൊ ഫോറിൻ കറൻസി ഇനീഷ്യലി എങ്ങനെ റെക്കോർഡ് ചെയ്യണമെന്ന് പഠിച്ചു. അത് അസറ്റും ലയബിലിറ്റിയും ആണെങ്കിൽ മോണിറ്ററി ഐറ്റം ആണോ നോൺ മോണിറ്ററി ഐറ്റം ആണോ എന്ന് അറിയണം. അതെങ്ങനെ റീസ്റ്റേറ്റ് ചെയ്യണം എന്നുള്ളതും പഠിച്ചു. മോണിറ്ററി ഐറ്റത്തിന്റെയും അതോടൊപ്പം തന്നെ നോൺ മോണിറ്ററി ഐറ്റത്തിന്റെയും ഡെഫിനിഷനും പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ്, ട്രാൻസ്ലേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫോറിൻ ഓപ്പറേഷൻസ്. ഒരു ഫോറിൻ ഓപ്പറേഷൻസ് ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ വിദേശത്ത് ഒരു ബ്രാഞ്ച് ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് ഫോറിൻ ഓപ്പറേഷൻ.
ഇപ്പൊ വിദേശത്തെ ബ്രാഞ്ചില് ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുന്നു. ഒരു ഇന്ത്യൻ കമ്പനി, ഒരു ഇന്ത്യൻ കമ്പനിക്ക് അമേരിക്കയില്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയില് ഒരു ബ്രാഞ്ച് ഉണ്ട്. ഈ ബ്രാഞ്ചിലെ അസറ്റ്, ഈ ബ്രാഞ്ചിലെ ലയബിലിറ്റീസ്, ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇക്വിറ്റി, എക്സ്പെൻസ്, ഇൻകംസ്, ഇതെല്ലാം ഇപ്പൊ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ഡോളറിലായിരിക്കും. ഇത് ഇന്ത്യൻ കമ്പനിയുടെ ബ്രാഞ്ച് ആണ്. അപ്പൊ ഇയർ എൻഡ് ആകുമ്പോ ഈ ഫിഗേഴ്സ് കംപ്ലീറ്റ് എങ്ങോട്ട് വരണം? ഇന്ത്യൻ കമ്പനിയുടെ ബുക്സിൽ വരണം. അമേരിക്കൻ കമ്പനിയുടെ, അമേരിക്കൻ ബ്രാഞ്ചിന്റെ അസറ്റും ലയബിലിറ്റിയും ക്യാപിറ്റലും എക്സ്പെൻസും ഇൻകവും എല്ലാം ഇയർ എൻഡ് ആകുമ്പോൾ ഇന്ത്യൻ കമ്പനിയുടെ ബാലൻസ് ഷീറ്റിലും P&L കാണിക്കണം, കാണിച്ചേ പറ്റൂ. അപ്പോ എന്ത് ചെയ്യണം? ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഡോളർ ഏതിലോട്ട് കൺവേർട്ട് ചെയ്യണം? ഇന്ത്യയിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഫോറിൻ ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ടത്. അപ്പൊ അത് നോക്കേണ്ടത് ഫോറിൻ ഓപ്പറേഷൻ ഇന്റഗ്രൽ ഫോറിൻ ഓപ്പറേഷൻ ആണോ നോൺ ഇന്റഗ്രൽ ഫോറിൻ ഓപ്പറേഷൻ ആണോ എന്ന് ആദ്യം അറിയണം. ഇന്റഗ്രൽ ഫോറിൻ ഓപ്പറേഷന്റെ മോണിറ്ററി ഐറ്റം ക്ലോസിംഗ് റേറ്റിലാണ്. നോൺ മോണിറ്ററി ഐറ്റം ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആണെങ്കിൽ റേറ്റ് ഓൺ ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷനും, ഫെയർ വാല്യൂ ആണെങ്കിൽ റേറ്റ് ഓൺ ഡേറ്റ് ഓഫ് വാല്യൂഷനും. ഒരു വ്യത്യാസമില്ല. മോണിറ്ററി ഐറ്റം നോൺ മോണിറ്ററി ഐറ്റം തൊട്ട് മുകളിൽ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെയാണ് ഇന്റഗ്രൽ ഫോറിൻ ഓപ്പറേഷൻ ചെയ്യുന്നത്. P&L ഐറ്റം ആണെങ്കിൽ റേറ്റ് ഓൺ ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ ആണ്. എന്ന് പറഞ്ഞാൽ എക്സ്പെൻസും ഇൻകം ഒക്കെ ഏത് ഡേറ്റിലാണോ ആ ട്രാൻസാക്ഷൻ നടന്നത് ആ റേറ്റിലാണ് കാണിക്കേണ്ടത്. ഇത് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഈ റേറ്റ് പലപ്പോഴും തരില്ല. അങ്ങനത്തെ കേസിൽ ആവറേജ് റേറ്റ് എടുക്കണം. നോൺ ഇന്റഗ്രൽ ഫോറിൻ ഓപ്പറേഷൻ ആണെങ്കിൽ മോണിറ്ററി ആണെങ്കിലും നോൺ മോണിറ്ററി ആണെങ്കിലും ക്ലോസിംഗ് റേറ്റില്, P&L റേറ്റ് ഓൺ ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ ആവറേജ് റേറ്റ്, കണ്ടീജന്റ് ലയബിലിറ്റി ആണെങ്കിൽ ക്ലോസിംഗ് റേറ്റിലാണ് കാണിക്കേണ്ടത്. അപ്പൊ ഇതിൽ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. മോണിറ്ററി നോൺ മോണിറ്ററി ഐറ്റം ഇന്റഗ്രലിൽ ക്ലോസിംഗ് റേറ്റും ഹിസ്റ്റോറിക്കൽ കോസ്റ്റും റേറ്റ് ഓൺ ഡേറ്റ് ഓഫ് വാല്യൂഷനും ഒക്കെ ഉണ്ട്. നോൺ ഇന്റഗ്രൽ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. മോണിറ്ററി ആണെങ്കിലും നോൺ മോണിറ്ററി ആണെങ്കിലും ക്ലോസിംഗ് റേറ്റിലാണ് കാണിക്കേണ്ടത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ വേറൊരു മേജർ ഡിഫറൻസ് ഉള്ളത്, ഈ ഡിഫറൻസ് വരുന്നത് ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യും. ആ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഫോറിൻ ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ട് ഇന്റഗ്രൽ ഫോറിൻ ഓപ്പറേഷനും നോൺ ഇന്റഗ്രൽ ഫോറിൻ ഓപ്പറേഷൻസിനും വരുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും. എനിവേ ഇത് ഡിഫറൻസ് ഉണ്ടെങ്കിൽ P&L ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇന്റഗ്രൽ ഫോറിൻ ഓപ്പറേഷൻ. നോൺ ഇന്റഗ്രൽ ഫോറിൻ ഓപ്പറേഷൻ ഡിഫറൻസ് ഫോറിൻ കറൻസി ട്രാൻസ്ലേഷൻ റിസർവിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇത് പിന്നീട് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ പിന്നീട് ഈ ക്ലാസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് സമയത്ത് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതിന്റെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യണം. അതോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ബാർ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഫ്യൂച്ചർ വല്ല അപ്ഡേറ്റ്സും വരികയാണെങ്കിൽ നിങ്ങൾക്കത് അറിയാൻ പറ്റും. ഇനി ഇന്റഗ്രൽ ഫോറിൻ ഓപ്പറേഷൻ എന്താണെന്നും നോൺ ഇന്റഗ്രൽ ഫോറിൻ ഓപ്പറേഷൻ എന്താണെന്നും അറിയണം. കാരണം എങ്കിലേ അതിന്റെ ട്രീറ്റ്മെന്റ് രണ്ടിന്റെയും ഡിഫറെന്റ് ആണ്. എന്താണ് ഇന്റഗ്രൽ ഫോറിൻ ഓപ്പറേഷൻ? എ ഫോറിൻ ഓപ്പറേഷൻ branch does its business outside India as if it is an extension of Indian business. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇന്റഗ്രൽ ഫോറിൻ ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബ്രാഞ്ച് ഗുഡ്സ് ഇന്ത്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നു, എന്നിട്ട് ഫോറിൻ കൺട്രിയിൽ അത് സെല്ല് ചെയ്യുന്നു, എന്നിട്ട് സെല്ല് ചെയ്തപ്പോൾ കിട്ടുന്ന ക്യാഷ് അപ്പൊ തന്നെ ഇന്ത്യൻ കമ്പനിയിലോട്ട് അയച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇൻഡിപെൻഡന്റ് അല്ല, നോൺ ഇൻഡിപെൻഡന്റ് ആണ്. എന്തുകൊണ്ടാ? ഇവരെന്താ ചെയ്യുന്ന ഈ ഫോറിൻ ഓപ്പറേഷൻസ് ആണ്? നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഗുഡ്സ് വിദേശ രാജ്യത്തോട്ട് അയച്ചു കൊടുക്കുന്നു. ആ വിദേശ രാജ്യത്ത് അത് സെല്ല് ചെയ്യുന്നു. സെല്ല് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫോറിൻ കറൻസി അപ്പൊ തന്നെ ഇന്ത്യയിലോട്ട് അയച്ചു തിരിച്ചു കൊടുക്കുന്നു. അപ്പോ ഇത് ഇന്റഗ്രൽ ഫോറിൻ ഓപ്പറേഷൻ. എന്തുകൊണ്ടാ? ഇത് ഇന്ത്യയിലെ ഒരു ബിസിനസിന്റെ എക്സ്റ്റൻഷൻ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇന്ത്യയിൽ നിങ്ങൾ ഒരു ഗുഡ്സ് സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ നിങ്ങളുടെ പോക്കറ്റിൽ ക്യാഷ് കിട്ടും. ഇതും അതേപോലെ തന്നെയാണ്. ഇന്ത്യയിൽ നിങ്ങൾക്കൊരു ബ്രാഞ്ച് ഉണ്ട്, ആ ബ്രാഞ്ചിലോട്ട് ഗുഡ്സ് നിങ്ങൾ അയച്ചു കൊടുക്കുന്നു, ആ ബ്രാഞ്ച് ഗുഡ്സ് വിൽക്കുന്നു, ക്യാഷ് കിട്ടുന്നു, അപ്പൊ തന്നെ ഹെഡ് ഓഫീസിന് അയച്ചു കൊടുക്കുന്നു. ഇന്ത്യയിലാണ്, അപ്പൊ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതേപോലെ തന്നെയാണ് ഒരു ഫോറിൻ ബ്രാഞ്ചും ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇന്ത്യയിൽ നിന്ന് കുറച്ച് ഗുഡ്സ് അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു, അവരത് അവിടെ സെല്ല് ചെയ്യുന്നു, ഫോറിൻ കറൻസിയിൽ സെല്ല് ചെയ്യുന്നു, ആ ഫോറിൻ കറൻസി അപ്പൊ തന്നെ ഇന്ത്യയുടെ ഹെഡ് ഓഫീസിലോട്ട് അയച്ചു കൊടുക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇതൊരു നോൺ ഇൻഡിപെൻഡന്റ് ബ്രാഞ്ച് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു എക്സ്റ്റൻഷൻ ആണ്, ഇന്ത്യൻ ബിസിനസിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. അങ്ങനെയുള്ളതിന് വിളിക്കുന്ന പേരാണ് ഇന്റഗ്രൽ ഫോറിൻ ഓപ്പറേഷൻ. അടുത്തൊരു എക്സാമ്പിൾ, ഒരു ഫോറിൻ ബ്രാഞ്ച് വിദേശത്ത് നിന്ന് റോ മെറ്റീരിയൽ കളക്ട് ചെയ്യുന്നു, എന്നിട്ട് ഹെഡ് ഓഫീസിന് അയച്ചു കൊടുക്കുന്നു. എന്ന് പറഞ്ഞാൽ വെറും ഒരു പർച്ചേസ് മാത്രം ചെയ്യുന്നത്. ഇന്ത്യയിൽ ചിലപ്പോൾ ആ ഗുഡ്സ് അവൈലബിൾ അല്ല. അപ്പൊ എന്ത് ചെയ്യുന്നു? ഫോറിൻ ആ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് മാത്രം ഒരു ബ്രാഞ്ച് ഫോറിൻ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു, അത് ഇങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു. ഫോറിൻ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നു, ഇങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു. അവർക്ക് വേറൊരു ഓപ്പറേഷൻസ് ഇല്ല.
എന്ന് പറഞ്ഞാൽ ഈ ഒരു റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ബിസിനസിന്റെ എക്സ്റ്റൻഷൻ ആയിട്ടാണ്, ഒരു അനക്ഷർ ആയിട്ടാണ് ഫോറിൻ ബ്രാഞ്ച് ഓപ്പറേറ്റ് ചെയ്യുന്നത്. വേറൊരു എക്സാമ്പിൾ, ഫോറിൻ ബ്രാഞ്ചിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിനെ കണ്ടുപിടിക്കലാണ്. എവിടെ? ആ ഫോറിൻ കൺട്രിയിൽ. കസ്റ്റമേഴ്സിന്റെ ഓർഡർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലോട്ട് അറിയിക്കും, ഇന്ത്യയിൽ നിന്ന് ഗുഡ്സ് അയച്ചു കൊടുക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മാർക്കറ്റിംഗ് ചെയ്യുന്നത് പോലെ, നമ്മുടെ നാട്ടിലെ ഇന്ത്യയിൽ ഓർഡർ എടുക്കുന്നത് പോലെ ഓർഡർ എടുക്കുന്നത് ഇന്ത്യയിലല്ല എന്ന് മാത്രം. ഇന്ത്യയിൽ ഓർഡർ എടുക്കുന്നതാണെങ്കിൽ എങ്ങനെ സംഭവിക്കുക? ഇന്ത്യയിൽ നിന്ന് കസ്റ്റമറെ കണ്ടുപിടിക്കും, ഓർഡർ എടുക്കും, ഹെഡ് ഓഫീസിനെ അറിയിക്കും, ഹെഡ് ഓഫീസ് ഗുഡ്സ് കസ്റ്റമർക്ക് സെൻഡ് ചെയ്യും. ഇതും അതേപോലെ തന്നെ. ഇത് ആ ഒരു വ്യത്യാസം, ഓർഡർ ഇന്ത്യയിലല്ല എടുക്കുന്നത്, ഫോറിൻ നിന്നാണ്. അപ്പൊ ഫോറിനിന്ന് കസ്റ്റമർ കണ്ടുപിടിക്കാനും കസ്റ്റമർ എടുക്കുന്ന ഓർഡർ എടുക്കാനും വേണ്ടിയിട്ട് ഒരു ബ്രാഞ്ച്, അതിന് വേണ്ടിയിട്ട് മാത്രം ഒരു ബ്രാഞ്ച്. കസ്റ്റമർ എടുക്കുന്ന ഓർഡർ എടുക്കുന്നു, ഇവിടെ വിളിച്ചു പറയുന്നു, ഇവിടുന്ന് ഗുഡ്സ് സെൻഡ് ചെയ്യുന്നു. നോൺ ഇൻഡിപെൻഡന്റ് ആണ്. ഇന്ത്യയുടെ ഒരു ബിസിനസിന്റെ ഒരു എക്സ്റ്റൻഷൻ മാത്രമാണ്. അപ്പൊ ഇങ്ങനത്തെ ബിസിനസിന് വിളിക്കുന്ന പേരാണ് ഇന്റഗ്രൽ ഫോറിൻ ഓപ്പറേഷൻ. ഇന്റഗ്രൽ ഫോറിൻ ഓപ്പറേഷൻ ആണെങ്കിൽ ഇയർ എൻഡില് അസറ്റും ലയബിലിറ്റിയും ഇൻകം എക്സ്പെൻസ് എല്ലാം റീസ്റ്റേറ്റ് ചെയ്യണം. എങ്ങനെ റീസ്റ്റേറ്റ് ചെയ്യാം? മോണിറ്ററി ഐറ്റം ആണെങ്കിൽ ക്ലോസിംഗ് റേറ്റിലും, നോൺ മോണിറ്ററി ഐറ്റം ആണെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിലാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് എന്നാണോ അത് പർച്ചേസ് ചെയ്തത് ആ റേറ്റിലും, അതല്ല ഫെയർ വാല്യൂലാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ എന്നാണോ ഫെയർ വാല്യൂ എടുത്തത് ആ റേറ്റിലും. നോർമലി ഫെയർ വാല്യൂ എടുക്കുന്നതും റീവാല്യൂ എടുക്കുന്നതും ഇയർ എൻഡിലാവുന്നത് കൊണ്ട് ക്ലോസിംഗ് റേറ്റ് എടുക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്ന ഐറ്റം എക്സ്പെൻസും ഇൻകവും അന്നത്തെ റേറ്റിലാണ് എടുക്കേണ്ടത്. പക്ഷെ എക്സാമിനേഷന് അന്നത്തെ ഡേറ്റ് മിക്കവാറും തരില്ല. അങ്ങനത്തെ കേസിൽ P&L ഐറ്റം എക്സ്പെൻസും ഇൻകവും ആവറേജ് റേറ്റില്. ക്ലിയർ? ഇനി എന്താ നോൺ ഇന്റഗ്രൽ ഓപ്പറേഷൻ? ഇൻഡിപെൻഡന്റ് ആണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ബിസിനസിന്റെ എക്സ്റ്റൻഷൻ അല്ല. അവർ അവിടുന്ന് പർച്ചേസ് ചെയ്യുന്നു, അവിടെ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നു, അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അവിടെ സെല്ല് ചെയ്യുന്നു, അവിടെ ഫോറിൻ കറൻസി ഉണ്ടാക്കുന്നു, അവരുടെ എക്സ്പെൻസും എല്ലാം മീറ്റ് ചെയ്തതിനു ശേഷം വല്ലപ്പോഴും ആ ലാഭം മാത്രം തിരിച്ച് എങ്ങോട്ട് അയക്കുന്നു? ഇന്ത്യയിലോട്ട് അയക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇതിന് അവര് ഇൻഡിപെൻഡന്റ് ബ്രാഞ്ച് ആണ്. അവിടെ സെപ്പറേറ്റ് എല്ലാ കാര്യങ്ങളും നടന്ന് ലാഭം മാത്രം ഇന്ത്യയിലോട്ട് അയച്ചു കൊടുക്കുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് നോൺ ഇന്റഗ്രൽ ഫോറിൻ ഓപ്പറേഷൻസ്. ഇന്റഗ്രൽ അങ്ങനെയല്ല, വിൽക്കുന്നു, ആ ക്യാഷ് അപ്പ് അയച്ചു കൊടുക്കുന്നു. ഇവിടെ അങ്ങനെയല്ല, നോൺ ഇന്റഗ്രൽ വിൽക്കുന്നു, പിന്നെ പർച്ചേസ് ചെയ്യുന്നു, ലാഭം മാത്രം ഇയർ എൻഡ് ആകുമ്പോൾ ഇങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു. എ ഫോറിൻ ഓപ്പറേഷൻ ബെസ്റ്റ് business is dependently and accumulate cash and remit foreign currency occasionally. Example, if a foreign branch procure raw material, pays in local currency, provides service local currency, and വല്ലപ്പോഴൊക്കെ ഇന്ത്യയിലെ ഹെഡ് ഓഫീസിലോട്ട് ക്യാഷ് അയക്കുന്നു. ഇതെന്തിനാ അറിയേണ്ടത്? നോൺ ഇന്റഗ്രൽ ഫോറിൻ ഓപ്പറേഷൻ ആണെങ്കിൽ മോണിറ്ററി ഐറ്റം ആണെങ്കിലും നോൺ മോണിറ്ററി ഐറ്റം ആണെങ്കിലും ക്ലോസിംഗ് റേറ്റിലാണ് കാണിക്കേണ്ടത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഐറ്റം എക്സ്പെൻസും ഇൻകം റേറ്റ് ഓൺ ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ ആണ്, ഇല്ലെങ്കിൽ ആവറേജ് റേറ്റ്, കണ്ടീഷൻ ലയബിലിറ്റി ക്ലോസിംഗ് റേറ്റില്. പക്ഷേ ഫോറിൻ കറൻസിന്റെ ഡിഫറൻസ്, ഫോറിൻ കറൻസി ട്രാൻസ്ലേഷൻ റിസർവിലോട്ടാണ് പോകുന്നത്. സോ നെക്സ്റ്റ്, ട്രീറ്റ്മെന്റ് ഓഫ് ഫോറിൻ ഫോർവേഡ് എക്സ്ചേഞ്ച് കോൺട്രാക്ട് ആണ്. ഫോർവേഡ് എക്സ്ചേഞ്ച് കോൺട്രാക്ട് എന്താണെന്നുള്ളത് നിങ്ങൾ ഓൾറെഡി സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ പഠിച്ചിട്ടുണ്ടാവും. ഞാൻ പിന്നീട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇപ്പൊ ഫോർവേഡ് എക്സ്ചേഞ്ച് കോൺട്രാക്ട് ഓൺ പർപ്പസിനാണ് എന്ന് പറഞ്ഞാൽ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഫോർവേഡ് എക്സ്ചേഞ്ച് കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ഡിഫറൻസ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് P&L-ലോട്ടാണ്. അതേപോലെ തന്നെ പ്രീമിയം അല്ലെങ്കിൽ ഡിസ്കൗണ്ട് അറൈസിംഗ് അറ്റ് ദ ഇൻസെപ്ഷൻ ഓഫ് കോൺട്രാക്ട് യൂസ്ഫുൾ ലൈഫ് ഓഫ് ദി കോൺട്രാക്റ്റിൽ P&L അമോർട്ടൈസ് ചെയ്യണം. ഇതിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യും. ആ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കിത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ക്വസ്റ്റ്യൻസ് അടുത്ത പാർട്ടുകളിലായിരിക്കും അത് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ നെക്സ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്യുന്നത് കറക്റ്റ് സമയത്ത് അറിയാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബാർ ഓൺ ആക്കുക. അതല്ല, ഫോർവേഡ് എക്സ്ചേഞ്ച് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നത് സ്പെക്യുലേറ്റീവ് പേർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിൽ പ്രീമിയം ഡിസ്കൗണ്ടോ നിങ്ങൾ ഇഗ്നോർ ചെയ്യുക. ഫെയർ വാല്യൂ ബാലൻസ് ഷീറ്റ് ഡേറ്റിൽ ഫെയർ വാല്യൂവിൽ അന്നത്തെ റേറ്റിൽ കാണിക്കുക, P&L ഗെയിൻ ഓർ ലോസ് റെക്കോർഡ് ചെയ്യുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ്, മോണിറ്ററി ഐറ്റം എങ്ങനെ കാണിക്കണം, അപ്പോൾ ഉണ്ടാവുന്ന ഫോറിൻ എക്സ്ചേഞ്ച് ഗെയിൻ ഓർ ലോസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം, നോൺ മോണിറ്ററി ഐറ്റം എങ്ങനെ കാണിക്കണം, ഇന്റഗ്രൽ ഫോറിൻ ഓപ്പറേഷൻ ആണെങ്കിൽ എങ്ങനെ റീട്രാൻസ്ലേറ്റ് ചെയ്യണം, നോൺ ഇന്റഗ്രൽ ഫോറിൻ ഓപ്പറേഷൻ ആണെങ്കിൽ എങ്ങനെ റീട്രാൻസ്ലേറ്റ് ചെയ്യണം, ഫോർവേഡ് എക്സ്ചേഞ്ച് കോൺട്രാക്ട് ഓൺ പർപ്പസ് ആണെങ്കിൽ എങ്ങനെ ചെയ്യണം, സ്പെക്കുലേറ്റീവ് പർപ്പസ് ആണെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ള പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലംസ് അടുത്ത പാർട്ടുകളിലായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബാർ ഓൺ ആക്കിയിടുക. താങ്ക് യു ഫോർ ലേണിംഗ് വിത്ത് ബാസിൽ നീലാംബ്ര.